കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഏട് തുന്നിച്ചേർത്ത് 10 മാസം പ്രായമുള്ള അലിൻ വിടവാങ്ങി. മരണത്തിന് കീഴടങ്ങുമ്പോഴും 4 പേർക്ക് പുതുജീവൻ നൽകി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന ബഹുമതിയോടെയാണ് ഈ കുരുന്നുമാലാഖയുടെ യാത്രയയപ്പ്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അലിന്റെ അവയവങ്ങളുമായി പാഞ്ഞ ആംബുലൻസിന് വഴിയൊരുക്കാൻ കേരളം ഒന്നാകെ കൈകോർത്തപ്പോൾ കണ്ണീരിനിടയിലും അതൊരു ചരിത്ര നിയോഗമായി മാറി. പത്തനംതിട്ട സ്വദേശിയായ 10 മാസം പ്രായമുള്ള അലിൻ ഇനി ഓർമ്മകളിൽ മാത്രമല്ല 4 പേരിലൂടെ ഈ ഭൂമിയിൽ തുടർന്നും ജീവിക്കും. ഫെബ്രുവരി 5-ന് കോട്ടയം പള്ളം ബോർമൽ ജംഗ്ഷന് സമീപമുണ്ടായ വാഹനാപകടമാണ് ഈ കുരുന്നിന്റെ ജീവനെടുത്തത്. കുടുംബത്തോടൊപ്പം സഞ്ചരിക്കവേ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലിനെ ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. തീവ്രപരിചരണത്തിനൊടുവിൽ ബുധനാഴ്ച ഉച്ചയോടെ അലിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ കൊടും വേദനയിലും മറ്റുള്ളവർക്ക് ജീവനേകാൻ അലിന്റെ മാതാപിതാക്കൾ കാണിച്ച മനക്കരുത്തും ത്യാഗവുമാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. പിതാവിന്റെ സമ്മതപ്രകാരം കേരള സർക്കാരിന്റെ മൃതസഞ്ജീവിനി പദ്ധതിയായ കേസോട്ടോ വഴി അവയവദാന നടപടികൾ അതിവേഗം നടന്നു. തുടർന്ന് അലിന്റെ ഹൃദയവാൽവ്, കരൾ, വൃക്കകൾ എന്നിവയുമായി ആംബുലൻസ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുതിച്ചു. വൈകിട്ട് 7:15 പുറപ്പെട്ട വാഹനം പോലീസ് സജ്ജമാക്കിയ ഗ്രീൻ ചാനലിലൂടെ തടസ്സങ്ങളില്ലാതെ സഞ്ചരിച്ച് വെറും 3 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് 10:30 തിരുവനന്തപുരത്തെത്തി. അലിന്റെ കരൾ തിരുവനന്തപുരത്തുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിനും 2 വൃക്കകളും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 10 വയസ്സുകാരിക്കുമാണ് നൽകുന്നത്. ഹൃദയവാൽവ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കണ്ണുകൾ ഐ ബാങ്കിനും കൈമാറി. ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളികളായ പോലീസ് സേനയെയും ആശുപത്രി ജീവനക്കാരെയും ആംബുലൻസ് ഡ്രൈവറെയും അഭിനന്ദിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അലിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചു. മാതാപിതാക്കളുടെ ഈ മഹത്തായ തീരുമാനം കേരള സമൂഹം നന്ദിയോടെയല്ലാതെ സ്മരിക്കില്ലെന്ന് ഉറപ്പാണ്.